Dear students, electric field in matter എന്ന ചാപ്റ്ററിലെ അടുത്ത പോയിന്റാണ് ഇലക്ട്രിക്കലി പോളറൈസ്ഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്. ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോളറൈസ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്കറിയാം ഒരു കുറേ എന്തുണ്ടാവും, ഇലക്ട്രിക് ഡൈപോൾസ് ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊരു എലമെൻ്റൽ വോളിയത്തിലുള്ള ഒരു ഇലക്ട്രിക് ഡൈപോള് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഇലക്ട്രിക് ഡൈപോളിൽ നിന്നും r ഡിസ്റ്റൻസിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഈ ഡൈപോൾ മൊമെൻറ്റും നമ്മൾ ഈ ഡിസ്റ്റൻസ് r തമ്മിലുള്ള ആംഗിളാണ് തീറ്റ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഹാസ് ഓൾ ദ മൈന്യൂട്ട് അറ്റോമിക് ഡൈപോൾസ് അലൈൻഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. Potential due to a single dipole at a distance r is given by dv is equal to p dot r. ഇവിടെ p എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റ് ആണ്. p dot r cap divided by 4 pi epsilon 0 r square. അതായത് ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റിൽ നമുക്കറിയാം മൈന്യൂട്ട് അറ്റോമിക് ഡൈപോൾ അലൈൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ഡൈപോളിൽ നിന്നും r ഡിസ്റ്റൻസിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് dv ഈക്വൽ ടു p ഡോട്ട് r ക്യാപ് ഡിവൈഡഡ് ബൈ 4 പൈ ആപ്സിലോൺ 0 r സ്ക്വയർ ആയിരിക്കും. ഇവിടെ p എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് dv എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ഡൈപോൾ ഈസ് വെരി വെരി സ്മോൾ. ഒരു സിംഗിൾ ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ dv എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇനി പോളറൈസേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ് എന്ത് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ ഈസ് ദ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഇഫ് d2 represent the elemental volume that contain a single atomic dipole with a dipole moment p. അതായത് ഈ d2 എന്ന് പറയുന്നത് നമ്മുടെ ആ സിംഗിൾ ഡൈപോൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എലമെൻ്റൽ വോളിയം ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പോളറൈസേഷൻ p ക്യാൻ ബി റിട്ടൺ ആസ് ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ d2. സ്മോൾ p എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു ഈ ഡൈപോൾ മൊമെൻറ്റ് p ഈസ് ഈക്വൽ ടു d2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് p ഈസ് ഈക്വൽ ടു പോളറൈസേഷൻ p ഇൻറ്റു d2 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് dv യെ എങ്ങനെ മാറ്റി എഴുതാം? ഡൈപോൾ മൊമെൻറ്റ് pക്ക് നമ്മൾ ഈ p ഈക്വൽ ടു p പോളറൈസേഷൻ p d2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? p ഡോട്ട് r ക്യാപ് ഇൻറ്റു d2 ഡിവൈഡഡ് ബൈ 4 പൈ ആപ്സിലോൺ 0 r സ്ക്വയർ. അതായത് ഈ pൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഇക്വേഷൻ 1ൽ. സോ നമുക്ക് എന്ത് കിട്ടും? dv ഈസ് ഈക്വൽ ടു p ഡോട്ട് r ക്യാപ് d2 ഡിവൈഡഡ് ബൈ 4 പൈ ആപ്സിലോൺ 0 r സ്ക്വയർ. ഇത് dv ആണ് അല്ലേ, സ്മോൾ പൊട്ടൻഷ്യൽ ആണ്. നമുക്ക് എന്താ ഈ ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് കാരണം ഉണ്ടാകുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് r കണ്ടുപിടിക്കണം അല്ലേ. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് r ഡ്യൂ ടു ദ ഹോൾ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബൈ v അല്ലേ. v ഓഫ് r കോമ തീറ്റ ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ dv വരും. അപ്പോൾ വോളിയം ഇൻറ്റഗ്രൽ p ഡോട്ട് r ക്യാപ് d2 ഡിവൈഡഡ് ബൈ 4 പൈ ആപ്സിലോൺ 0 r സ്ക്വയർ. അപ്പോൾ 1/4 പൈ ആപ്സിലോൺ 0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്തെടുക്കുന്നു. ബാക്കി എന്തുണ്ട്? p ഡോട്ട് r ക്യാപ് ബൈ r സ്ക്വയർ d2 എന്ന് വരും. ഓക്കെ, ഫീൽഡ് കൺസെപ്റ്റ് പ്രകാരം പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ r ക്യാപ് ബൈ r സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നറിയോ? ഡെൽ ഇൻറ്റു 1/r എന്ന് എഴുതാം. ഈ 1/r എന്നുള്ളത് ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡെൽ എഫ് എന്ന് വരും അല്ലേ. അപ്പോൾ r ക്യാപ് ബൈ r സ്ക്വയറിനെ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ അല്ലെങ്കിൽ ഫീൽഡ് കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഇൻറ്റു 1/r, അതായത് ഡെൽ ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 5 നേരത്തെ ഉള്ള ഇക്വേഷൻ 5ൽ നമ്മൾ r ക്യാപ് ബൈ r സ്ക്വയറിന് പകരം ഡെൽ ഇൻറ്റു 1/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 5 തൊട്ട് മുന്നത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? v ഓഫ് r കോമ തീറ്റ ഈക്വൽ ടു 1/4 പൈ ആപ്സിലോൺ 0 p ഡോട്ട് r ക്യാപ് ബൈ r സ്ക്വയറിന് പകരം p ഡോട്ട് ഡെൽ ഇൻറ്റു 1/r d2 എന്ന് വരും. ഓക്കെ, ഇവിടെ
ഇതിനെ നമുക്ക് നമ്മൾ വെക്ടറിൽ പഠിച്ച ഫോർമുലേഷൻ പ്രകാരം ഡെൽ ഡോട്ട് ഒരു ഫംഗ്ഷൻ ഇൻറ്റു എ ഈക്വൽ ടു ഫംഗ്ഷൻ ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ഡെൽ ഇൻറ്റു ഫംഗ്ഷൻ, അതേപോലെ എ ഡോട്ട് ഡെൽ ഫംഗ്ഷൻ ഈക്വൽ ടു ഡെൽ ഡോട്ട് ഫംഗ്ഷൻ ഇൻറ്റു എ മൈനസ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ എന്ന് നമ്മൾ 2 റൂൾസ് പഠിച്ചിട്ടില്ലേ. ഓക്കെ, ഇവിടെ എഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് 1/r വരും. എൻ്റെ സ്ഥലത്ത് നമ്മളെ പോളറൈസേഷൻ പി ഇതാണ് പി ഡോട്ട് ഡെൽ ഇൻറ്റു 1/r. അപ്പോൾ പി എന്ന് പറയുന്നത് എയും 1/r എന്ന് പറയുന്നത് എഫുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതും? ഈ എ ഡോട്ട് ഡെൽ എഫ് ആണ് നമ്മളെ കയ്യിലുള്ളത് അല്ലേ. പി ഡോട്ട് ഡെൽ ഇൻറ്റു 1/r എ ഡോട്ട് ഡെൽ എഫ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈക്വൽ ടു ഈ ഒരു ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം എന്ത് വരും? ഡെൽ ഡോട്ട് എഫ് എ മൈനസ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ ഈക്വൽ ടു എ ഡോട്ട് ഡെൽ എഫ് എന്ന് വരും അല്ലേ. അപ്പോൾ എ ഡോട്ട് ഡെൽ എഫിൻ്റെ സ്ഥലത്ത് പി ഡോട്ട് ഡെൽ 1/r വരും. അങ്ങനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? ഈ ഒരു സ്ഥാനത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വരും. ഇത് മൈനസ് ഇത് എന്നുള്ള ഫോമിൽ നമ്മൾ ഈ ഒരു ഭാഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് വി ഓഫ് ആർ കോമ തീറ്റ ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ പി ഡോട്ട് ഡെൽ 1/rന് പകരം നമ്മൾ എന്ത് വരും? ഡെൽ ഡോട്ട് 1/r പി മൈനസ് 1/r ഇൻറ്റു ഡെൽ ഡോട്ട് പി ഇൻറ്റു ഡി ടോ എന്ന് വരും. അതായത് ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതും. ഓക്കെ, ഇനി ഈ 1/4πε0 ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ നമ്മൾ 2 ടേമിനേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് വരും? 1/4πε0 വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് 1/r പി ഡി ടോ മൈനസ് 1/4πε0 വോളിയം ഇൻ്റഗ്രൽ 1/r ഡെൽ ഡോട്ട് പി ഇൻറ്റു ഡി ടോ എന്ന് വരും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ 8ൻ്റെ RHS ഭാഗത്ത്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതാണ് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത്, ഇതാണ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടേമിന് നമുക്ക് ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് മാറ്റി എഴുതും. എന്താണ് ഈ RHSലെ ഒന്നാമത്തെ ടേം? ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് വോളിയം ഇൻ്റഗ്രലിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ സർഫസ് ഇൻ്റഗ്രലിലേക്ക് മാറ്റി എഴുതും. അപ്പോൾ എന്ത് വരും? വി ഓഫ് ആർ കോമ തീറ്റ ഈസ് ഈക്വൽ ടു 1/4πε0 സർഫസ് ഇൻ്റഗ്രൽ 1/r പി ഡോട്ട് ഡി എ മൈനസ് സെക്കൻഡ് ടേം അതേപോലെ 1/4πε0 വോളിയം ഇൻ്റഗ്രൽ 1/r ഡെൽ ഡോട്ട് പി ഡി ടോ എന്ന് വരും. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സർഫേസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സർഫസ് ചാർജ് ഈക്വൽ ടു 1/4πε0 സർഫസ് ഇൻ്റഗ്രൽ സിഗ്മ ഡി എ ബൈ ആർ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ ബൈ ആർ ആണ് അല്ലേ. അപ്പോൾ 10Aയും 10Bയും ഇതിൻ്റെ RHS ഭാഗമില്ലേ, ഈ ഒരു RHS ഭാഗം ഇക്വേഷൻ 9നുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ 9ഉം എന്താണ്? ഇതാണ് ഇക്വേഷൻ 9. ഇക്വേഷൻ 9നുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതെന്താണ്? സർഫസ് ഇൻ്റഗ്രൽ അല്ലേ. ഈ ഒരു ടേം നമ്മൾ ഇതുമായിട്ടും ഇക്വേറ്റ് ചെയ്യും. ഇത് വോളിയം ഇൻ്റഗ്രൽ, ഈ ഒരു ടേം നമ്മൾ ഇതുമായിട്ടും ഇക്വേറ്റ് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് പി ഡോട്ട് ഡി എ ഇവിടെയുള്ള പി ഡോട്ട് 1/r പി ഡോട്ട് ഡി എ, അതായത് 1/4πε0 സർഫസ് ഇൻ്റഗ്രൽ 1/r പി ഡോട്ട് ഡി എ ഈക്വൽ ടു എന്ത് വരും? സർഫസ് ഇൻ്റഗ്രൽ ആകുമ്പോൾ 1/4πε0 സർഫസ് ഇൻ്റഗ്രൽ സിഗ്മ ഡി എ ബൈ ആർ വരും. അപ്പോൾ ഇവിടെ 1/r ഉണ്ട്, ഡി എ ഉണ്ട് അല്ലേ. അപ്പോൾ സിഗ്മ ഈക്വൽ ടു, അല്ലെങ്കിൽ പി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എ എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ 1/4πε0 വോളിയം ഇൻ്റഗ്രൽ 1/r ഡെൽ ഡോട്ട് പി ഡി ടോ ഈക്വൽ ടു 1/4πε0 വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ ബൈ ആർ. അപ്പോൾ ഇതിവിടെ 1/4πε0 ഇത് രണ്ടും ഈക്വലാണ്. 1/r ഉണ്ട്. അപ്പോൾ റോ ഡി ടോ ഈക്വൽ ടു ഡെൽ ഡോട്ട് പി ഡി ടോ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഡെൽ, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഡെൽ ഡോട്ട് ഡി പി ഈസ് ഈക്വൽ ടു റോ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഡി എ ഈസ് ഈക്വൽ ടു ഡി എ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് എഴുതിക്കൂടെ? വെക്ടർ ഡി എ ഈസ് ഈക്വൽ ടു ഡി എ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് എഴുതാം.
അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡി എക്ക് ഡി എ ഇൻറ്റു എൻ ക്യാപ്പ് കൊടുക്കുക. അപ്പോൾ ബി ഡോട്ട് ഡി എ ഇൻറ്റു എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡി എ ക്യാൻസലായി പോവും. അപ്പോൾ ബി ഡോട്ട് എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു സിഗ്മ എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇവിടെ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ നോർമൽ ടു ദ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് നമ്മൾ എൻ ക്യാപ്പ് കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇക്വേഷൻ എന്താണ് കാണിക്കുന്നത്? സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ദ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് പോളറൈസേഷൻ ആൻഡ് യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫേസ്. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് എന്തിന് ഈക്വലാണ്? പോളറൈസേഷൻ്റെയും യൂണിറ്റ് വെക്ടറിൻ്റെയും സ്കേലാർ പ്രൊഡക്റ്റിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ വോളിയം ചാർജ് ഡെൻസിറ്റി ഓഫ് എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ദ നെഗറ്റീവ് ഡൈവേർജൻസ് ഓഫ് പോളറൈസേഷൻ. എങ്ങനെ? അതേപോലെ ഇക്വേഷൻ മൈനസ് ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു റോ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി ഓഫ് എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? അതെന്തിന് ഈക്വൽ ആണ്? മൈനസ് ഡെൽ ഡോട്ട് പിക്ക് ഈക്വൽ ആണ്. അതായത് നെഗറ്റീവ് ഡൈവേർജൻസ് ഓഫ് പോളറൈസേഷന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ചാർജ് ഡെൻസിറ്റീസ് ആർ ഓൾസോ നോൺ ആസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റീസ്. ഇവിടെ റോ, സിഗ്മ എന്നൊക്കെ പറയുന്ന ചാർജ് ഡെൻസിറ്റീനെ നമ്മൾ പോളറൈസ്ഡ് ഒബ്ജക്റ്റിൻ്റെ കേസിൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റീസ് എന്നാണ് പറയുക. എന്താണ്? ബൗണ്ട് ചാർജ് ഡെൻസിറ്റീസ്. നൗ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് by taking the negative gradient of equation. Electric field of a polarized object നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണെന്നല്ലേ. സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഡെൽ വി ഓഫ് ആർ കോമ തീറ്റ. അപ്പോൾ ഈ എക്സ്പ്രഷൻ ആണ് നമുക്ക് എഴുതേണ്ടിയിരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.